ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. സത്യം അറിയുക എന്നത് വേണ്ടതുപോലെയാണെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി അവർക്ക് വളരെ വേഗത്തിൽ ഗ്രഹിക്കാൻ സാധിക്കും. എന്നാൽ ഈ വിഷയങ്ങളിൽ മാത്രം, ഈ ലോക വിഷയങ്ങളിൽ മാത്രം മുഴുകി കഴിയുന്നവർക്ക് ആത്മതത്വം ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയുകയില്ല. താൻ ധരിച്ചു വെച്ചത് മാത്രമാണ് ശരിയെന്നും മറ്റുള്ളവർ എല്ലാം തെറ്റാണ് എന്നും വ്യാഖ്യാനിക്കുന്നത് താൻ തന്നെ താഴ്ത്തുന്നതിന് സമാനമാണ്. മറ്റുള്ളവരെ താഴ്ത്തിക്കൊണ്ട് നമ്മൾ ഒരിക്കലും ഉയരാൻ ശ്രമിക്കരുത്. അത് നമ്മുടെ തന്നെ പതനത്തിന് കാരണമായി ഭവിക്കുന്നതാണ്. അതുകൊണ്ട് നാം എന്തു ചെയ്യണം? ഗ്രഹമേധികളായി ഭാര്യ പുത്രരൊത്തു ഗൃഹങ്ങളിൽ വസിച്ചാലും ബ്രഹ്മനിഷ്ഠ നേടിയാലവർ വന്ധ്യരാം. ഗൃഹങ്ങളിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ ഇതെല്ലാം അംഗങ്ങളോടുകൂടിയ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ ഗൃഹമേധികളായി ഭാര്യ പുത്രരൊത്തു ഗൃഹങ്ങളിൽ വസിച്ചാലും ബ്രഹ്മനിഷ്ഠ നേടിയാലവർ വന്ധ്യരാം. ഗൃഹത്തിൽ തന്നെ ഭാര്യ ഭർത്തൃബന്ധത്തിൽ, അതുപോലെ കുഞ്ഞുങ്ങളോട് കൂടി അങ്ങനെ ലഹരി കളിച്ചും ആടിപ്പാടി നടക്കുന്നതോടൊപ്പം നമ്മൾ ബ്രഹ്മനിഷ്ഠ തെറ്റാതെ ആത്മവിചിന്തനം നമ്മുടെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അവർ വന്ധ്യരാണ്. അവരുടെ ജന്മം സഫലമായിത്തീരുന്നതാണ്. വീട്ടിലിരുന്നാലും എന്താ മനമേ, നാട്ടിലെ രാജാവായി വാണിട്ടും എന്താ, ആർത്തി നശിക്കണമെങ്കിൽ നിത്യം പാർത്തിടുക ആത്മാവെ ആശയടക്കി. കാട്ടിൽ ഇരുന്നാലും എന്താ മനമേ, കോർട്ടിലെ ജഡ്ജിയായി വാണിട്ടും എന്താ, നാട്ടിൽ രാജാവായിട്ടെന്താ, ആത്മവീടിനെ കാണാഞ്ഞാലൊക്കെയും വ്യർത്ഥം എന്നാണ് പറയുന്നത്. ഇതെത്ര സത്യമാണ് എന്ന് വളരെ വൈകിയേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനാൽ വീടോ കുടുംബമോ മക്കളെയോ സമ്പത്തിനെയോ ഒന്നും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടില്ല. പക്ഷെ അവയോടുള്ള സംഘം ഒഴിവാക്കണം. നിസ്സംഗത, പ്രപഞ്ച വിഷയങ്ങളോടെല്ലാം നിസ്സംഗതയും ആത്മോന്മുഖമായി മനസ്സിനെ തിരിക്കുകയും ചെയ്താൽ ഈ ലോകകാര്യങ്ങളും നടക്കും, തൻ്റെ ധ്യാന ജപാദികളും നടക്കും. ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകുന്നവരാണ് ഏറ്റവും ശക്തരും ബുദ്ധിമാന്മാരുമായിട്ടുള്ളത്. അതിയായ മെൻ്റൽ പവർ ഉള്ളവർക്ക് മാത്രമേ ഗൃഹവും സന്യാസവും ഒരേപോലെ കൊണ്ടു നടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പരമസത്യമാണിത്. ഗൃഹമേധികളായി ഭാര്യ പുത്രരൊത്തു ഗൃഹങ്ങളിൽ വസിച്ചാലും ബ്രഹ്മനിഷ്ഠ നേടിയാലവർ വന്ധ്യരാം. ബ്രഹ്മനിഷ്ഠ നേടിക്കഴിഞ്ഞാൽ അവർ വന്ധ്യന്മാരാണ്. വീട്ടിലിരുന്ന് മക്കളും കുട്ടികളും അതുപോലെ സമ്പത്തും കുടുംബ ബന്ധാദികളിലും എല്ലാം നമ്മൾ വ്യാപൃതമായി ജീവിക്കുമ്പോഴും ആ പരമസത്യത്തെ മറക്കാതിരിക്കുക. എന്നെ നടത്തുന്നതും ഇരുത്തുന്നതും ഉറക്കുന്നതും ഉണർത്തുന്നതും ഊട്ടുന്നതും എല്ലാം ആ സർവേശ്വരനാണെന്ന ബോധത്തിൽ വർത്തിക്കൂ. അപ്പോൾ നമുക്ക് പരമമായ ആനന്ദവും സ്വാതന്ത്ര്യവും നിർഭയതയും അനുഭവമാകും. അതാണ് നാം നേടേണ്ടത്. ഗൃഹമേധികളായി ഭാര്യ പുത്രരൊത്തു ഗൃഹങ്ങളിൽ വസിച്ചാലും ബ്രഹ്മനിഷ്ഠ നേടിയാലവർ വന്ധ്യരാം.
രുദ്രാക്ഷമാലയും